നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 29, 30 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദയവേത് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു പരിപാടിയുണ്ട്, ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ സംവിധാനം ഉണ്ടെങ്കിൽ ദയവേത് ഹൈപ്പും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. അപ്പോൾ ഫോൺ വിളിക്കരുത്, പകരം മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പിൽ. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഡിസംബർ 29, 30 ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഡിസംബർ 29 രാവിലെ 7:40 AM മുതൽ ഡിസംബർ 31 രാവിലെ 9:23 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഈ ദിവസങ്ങളിലെ ഭാഗ്യ നിറങ്ങൾ പറയാം. 29-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, 30-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, അതല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. പിന്നെ ഈ ദിവസങ്ങളിലെ ബ്രഹ്മമുഹൂർത്തം നോക്കാം. 29-ാം തീയതി രാവിലെ 5:12 AM മുതൽ രാവിലെ 6 AM വരെയാണ് 29-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 30-ാം തീയതി 5:13 AM മുതൽ 6:01 AM വരെയാണ് 30-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 29-ാം തീയതി 12 ഉച്ചയ്ക്ക് 12:06 PM മുതൽ ഉച്ചയ്ക്ക് 12:51 PM വരെയാണ് 29-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 30-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:06 PM മുതൽ ഉച്ചയ്ക്ക് 12:52 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 30-ാം തീയതി അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 29-ാം തീയതി രാഹുകാലം 8:13 AM മുതൽ രാവിലെ 9:38 AM വരെയാണ് 29-ാം തീയതി രാഹുകാലം. 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:19 PM മുതൽ വൈകിട്ട് 4:44 PM വരെയാണ് 30-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 29/12/2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 9, 8, 1, 3 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഈ ദിവസങ്ങളിൽ 5198, 5193 തുടങ്ങിയ കോമ്പിനേഷൻ നമ്പറുകളുടെ 24 കോമ്പിനേഷൻസ് വീതം ഭാഗ്യം ഉള്ള നമ്പറുകൾ ആണ്. പിന്നെ 30/12/2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 9, 8, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി നമ്മുടെ രാശിഫലം നോക്കാം. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും നിൽക്കുകയാണ്. ശനി മാത്രമാണ് ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗുണാധിക്യം പറയേണ്ടതാണ്. എങ്കിലും ഡയറക്റ്റായിട്ട് 4 ഗ്രഹങ്ങൾ മാത്രമാണ് അനുകൂലമായിട്ടുള്ളത്. ശനിയാഴ്ച ശനി ഇവർക്ക് 7 ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമല്ല മറ്റു ബന്ധങ്ങളും ഊഷ്മളമാവും. പൊതുവെ മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നല്ല ദിവസങ്ങൾ തന്നെയാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്.
എങ്കിലും ഇവർക്ക് അഷ്ടമത്തിൽ ചൊവ്വയും സൂര്യനും നിൽക്കുന്നു. അപ്പോൾ ഇവർ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ തീപ്പൊള്ളൽ ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ജാഗ്രത പുലർത്തുക. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികളും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഞായറാഴ്ച തിങ്കളാഴ്ചയും ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ശനിയും വ്യാഴവും അനുകൂലമാണ്. കൂടാതെ ശുക്രനും ബുധനും അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, ദൈവാധീനം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരവ്, കൂടാതെ ഏത് കാര്യത്തിന് പുറപ്പെട്ടാലും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന 4 ഗ്രഹങ്ങളും പ്രതികൂലമാണ്. വ്യാഴം, ചൊവ്വ, ശനി, സൂര്യൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അതുപോലെ തന്നെ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, അതുപോലെ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജീവിത പങ്കാളിയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവേകപൂർവം അത് പരിഹരിക്കുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ ഇവർക്ക് 4 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ഒക്കെ വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പനും, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. അത് ഈ ധനുമാസം മുഴുവൻ ഇവർക്ക് അനുകൂലമാണ് സൂര്യൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. എങ്കിലും ഇവർക്ക് വ്യാഴവും സർപ്പവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, അതുപോലെ ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവരുടെ പ്രതികൂലമായ ഗ്രഹങ്ങളുടെ എണ്ണം കുറയുന്നെങ്കിലും അഷ്ടമത്തിൽ ശനി, അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ആഴ്ചയിൽ 7 ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് ശുക്രനും വ്യാഴവും ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഏകദേശം 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു.
അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഞങ്ങൾ. ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും. പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ചൊവ്വ പ്രതികൂലമാണ്. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതുപോലെ യന്ത്രസാമഗ്രികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അതുപോലെ തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ഭാഗ്യപരീക്ഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഒരു ഗ്രഹം പോലും പ്രതികൂലമായിട്ടില്ല. ബുധൻ ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ബാക്കി 8 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ലഭിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയെല്ലാം പാലിച്ചെങ്കിൽ മാത്രമേ ഈ നല്ല നേട്ടങ്ങളൊക്കെ പരമാവധി നേടാനൊക്കുകയുള്ളൂ. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തൊഴിൽ വിജയം ഇവർക്ക് ധനുമാസം മുഴുവൻ ഉണ്ടാവും. പൊതുവെ ധനുമാസം മുഴുവൻ ഇവർക്ക് നല്ല സമയമാണ്. പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനെ കാണാൻ ശ്രമിക്കുക. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. ശാരീരിക മാനസിക ക്ലേശങ്ങൾ പരമാവധി ശമിക്കും. ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ശത്രുക്കൾ മിത്രങ്ങളാവും. ഇവരേർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഇവർക്ക് വിജയസാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. തുലാം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യങ്ങളുള്ള ദിവസങ്ങളാണ് 29-30 തീയതികൾ. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാട ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും സൂര്യനും ചൊവ്വയും ഇവർക്ക് ജന്മത്തിൽ നിൽക്കുന്നു. അപ്പോൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഉണ്ടാവാം. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക. യന്ത്രസാമഗ്രികളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ ഇവ ലഭിക്കും. അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി മകരം രാശി. മകരരാശിയെക്കുറിച്ച് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവർക്ക് ദോഷാധിക്യമാണ്.
ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ദോഷാധിക്യമാണ്. എല്ലാ തരത്തിലും ഇവർ ശ്രദ്ധിക്കുക. അതായത് ഏതാണ്ട് ഫെബ്രുവരി 12 വരെയും ഇവർക്ക് അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ്. ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോ പ്രത്യേകം കാണുക നിങ്ങൾ. മകരം രാശിക്കാർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് രാവിലെ. ആദ്യം ചെയ്തത് അതാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ പുതുതായിട്ട് ഉടലെടുക്കാം, ജാഗ്രത പുലർത്തുക. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, നാവ് പിഴ ഉണ്ടാവാം, അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ എന്തെങ്കിലും വാക്ക് തർക്കമൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ പൊതുവെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചമായിരിക്കില്ല. എങ്കിലും ഇവർക്ക് ശനിയും ശുക്രനും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു മേന്മ ഇവർക്ക് പൂർണ്ണമായിട്ടും കിട്ടിയെന്ന് വരത്തില്ല. കാരണം 6 ഗ്രഹങ്ങളൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും. പൊതുവെ മകരം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല, അത്യാവശ്യം ദോഷാധിക്യം ഉണ്ട്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഏതാണ്ട് ജനുവരി 14 വരെയും നല്ല കാലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ദയവേത് കാണാൻ ശ്രമിക്കുക. ഇവർക്ക് ശനി 7 ശനി ആയിട്ട് തുടരുന്നു. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, പൊതുവെ ആരോഗ്യം മെച്ചമായിരിക്കും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം, അത് ഈ ധനുമാസം മുഴുവൻ. ഓക്കെ, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കാം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇനി മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും, പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽ വിജയം അത് ധനുമാസം മുഴുക്കെ ഉണ്ടാവും. ഇവർക്ക് പിതൃസ്വത്തും ലഭിക്കാം. പൊതുവെ ബൗദ്ധിക മേഖലയിൽ നേട്ടം ഉണ്ടാവും. ജന്മശനിയാണ്. അപ്പോൾ ഇവർ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അപ്പോൾ എല്ലാവർക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.